പാലായിലോട്ട് ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ സുഹൃത്തിനെതിരെ പരാമർശങ്ങളൊന്നുമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ ഇയാൾ ഒളിവിലാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്ന സൂചനയുണ്ട് എന്നുമാണ് വിവരങ്ങൾ. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺ സുഹൃത്തിനെ കുറിച്ച് പരാമർശമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. ഇവയുടെ വിശദാംശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം, കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി. റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണ്. പറമ്പായിലെ റഹീസ്, മുബഷിർ, ഫൈസൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇവരുടെ ബന്ധുവായ റഹീസ് ഉൾപ്പെടുന്നു. പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പേർ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ കുടുംബത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 കാസർഗോഡ്.